ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ദിസ് ഇസ് ബിൻസി ജോഷി. നമ്മൾ ഇന്ന് പഠിക്കുന്നത് മൈസ്തേനിയ ഗ്രേവിസ് എന്താണെന്നും അതിന്റെ സയൻസ് ഓഫ് സിംറ്റംസ് മാനേജ്മെന്റ് ഒക്കെയാണ്. ഓക്കെ, മൈസ്തേനിയ ഗ്രേവിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ന്യൂറോ മസ്കുലർ ഡിസീസ് ക്യാരക്ടറൈസ്ഡ് ബൈ ഡിഫക്റ്റ് ഇൻ ദ ട്രാൻസ്മിഷൻ ഓഫ് നെർവ് ഇമ്പൾസസ് അറ്റ് മയോന്യൂറൽ ജംഗ്ഷൻ. ഇത് ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ്. ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്ന് പറഞ്ഞാൽ പേഷ്യന്റിന്റെ ഡെഫിനറ്റ് റീസൺ അറിയത്തില്ല. ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ്. ദെൻ ദിസ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ആൻ ആന്റിബോഡി ദാറ്റ് ഇന്റർഫിയർ വിത്ത് ദ ട്രാൻസ്മിഷൻ ഓഫ് അസറ്റൈൽ കൊളൈൻ അറ്റ് ദ ന്യൂറോ മസ്കുലർ ജംഗ്ഷൻ ഓർ ബ്രേക്ക് ഡൗൺ ഓഫ് അസറ്റൈൽ കൊളൈൻ. അതായത് അസറ്റൈൽ കൊളൈന്റെ എമൗണ്ട് മൈസ്തേനിയ ഗ്രേവിസ് പേഷ്യന്റിന് കുറവാണ്. ഇത് ബ്രേക്ക് ഡൗൺ ആവുന്നു, അല്ലെങ്കിൽ അസറ്റൈൽ കൊളൈന്റെ ട്രാൻസ്മിഷനെ ഇന്റർഫിയർ ചെയ്യുന്നു. ഇതാണ് മൈസ്തേനിയ ഗ്രേവിസ്. നമുക്ക് സയൻസ് ആൻഡ് സിംറ്റംസിലേക്ക് കടക്കാം. പ്രോഗ്രസീവ് മസിൽ വീക്ക്നെസ് ആണ് ഫസ്റ്റ് ഓഫ് ഓൾ പേഷ്യന്റിന് കാണിക്കുന്നത്. ദെൻ മസിലിന്റെ സ്ട്രെങ്ത്, ഡിക്രീസ്ഡ് മസിൽ സ്ട്രെങ്ത്, മസിലിന്റെ സ്ട്രെങ്ത് കുറയുന്നു. ഡിഫിക്കൽറ്റി ഇൻ സ്വാളോയിങ് ആൻഡ് ചൂവിങ്, പേഷ്യന്റിന് ചവയ്ക്കാനും സ്വാളോ ചെയ്യാനും ഡിഫിക്കൽറ്റി ഉണ്ടാവും. ദെൻ ഡിപ്ലോപ്പിയ, പുവർ പോസ്ചർ, ഫറ്റീഗ് ആഫ്റ്റർ എക്സേർഷൻ, എന്തെങ്കിലും ഒരു ചെറിയ ജോലി ചെയ്തു കഴിയുമ്പോൾ അവർക്ക് ഭയങ്കര ക്ഷീണമായിരിക്കും, ഫറ്റീഗ്. ഇംപെയർഡ് റെസ്പിറേറ്ററി സ്റ്റാറ്റസ്, പേഷ്യന്റിന് റെസ്പിറേറ്ററി എന്തെങ്കിലും പ്രോബ്ലംസ് സ്റ്റാർട്ട് ചെയ്യും. ദെൻ ബവൽ ആൻഡ് ബ്ലാഡർ ഡിസ്ഫങ്ഷൻ, പേഷ്യന്റ് ഇൻകോണ്ടിനൻസ് ഓഫ് യൂറിൻ, സ്റ്റൂൾ, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടാവും. ഓക്കെ, ദെൻ ഫാക്ടേഴ്സ് ദാറ്റ് ട്രൈഗർ എക്സാസർബേഷൻ, അതായത് ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് ഈ മൈസ്തേനിയ ഗ്രേവിസ് പേഷ്യന്റിന്റെ കണ്ടീഷൻ വേഴ്സ് ആക്കുന്നതെന്നാണ്. അതായത് പേഷ്യന്റിന് എന്തെങ്കിലും ഇൻഫെക്ഷൻ, സ്ട്രെസ് ഓർ ഇമോഷണൽ അപ്സെറ്റ്, ഫറ്റീഗ്, പ്രഗ്നൻസി, ദെൻ ഇൻക്രീസ്ഡ് ബോഡി ടെമ്പറേച്ചർ, ഇതൊക്കെയാണ് ഈ ഇൻഡ്യൂസിങ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. അതായത് പേഷ്യന്റിന്റെ കണ്ടീഷൻ വേഴ്സ് ആകുന്നത്. ഇനി നമുക്ക് ഈ മൈസ്തേനിയ ഗ്രാവിസ് എങ്ങനെയാണ് ഡയഗ്നോസ് ചെയ്യുന്നത്? പേഷ്യന്റ് ഈ സയൻസ് ആൻഡ് സിംറ്റംസ് ഒക്കെ കാണിച്ചു നമുക്ക് ഈ പേഷ്യന്റിന് മൈസ്തേനിയ ഗ്രേവിസ് ആണോ എന്ന് കൺഫേം ചെയ്യാൻ എന്താണ് ഡയഗ്നോസ്റ്റിക് പ്രൊസീജിയർ? അതായത് ഇതിന്റെ പേരാണ് ടെൻസിലോൺ ടെസ്റ്റ് എന്ന് പറയുന്നത്. അതായത് ടെൻസിലോൺ എന്ന് പറഞ്ഞാൽ ഒരു മെഡിക്കേഷൻ ആണ്. ഇത് നമ്മൾ ഈ പേഷ്യന്റിന് അഡ്മിനിസ്റ്റർ ചെയ്യുന്നു. പേഷ്യന്റിന് മെഡിസിൻ അഡ്മിനിസ്റ്റർ ചെയ്യുമ്പോൾ ഈ മാർക്ക്ഡ് ഇംപ്രൂവ്മെന്റ് ഇൻ മസിൽ സ്ട്രെങ്ത്, അതായത് മെഡിസിൻ കൊടുക്കുമ്പോൾ പേഷ്യന്റിന് ഇംപ്രൂവ്മെന്റ്, മസിൽ വീക്കാണ് പേഷ്യന്റ് നോർമൽ കണ്ടീഷനിൽ, ഈ ടെൻസിലോൺ അഡ്മിനിസ്റ്റർ ചെയ്യുമ്പോൾ പേഷ്യന്റ് മസിൽ സ്ട്രെങ്ത് ഇംപ്രൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ ടെൻസിലോൺ ടെസ്റ്റ് പോസിറ്റീവ് ആണെന്ന് പറയും. ഇത് ഒരു അപ്രോക്സിമേറ്റ്ലി ദാറ്റ് ലാസ്റ്റ് അപ്രോക്സിമേറ്റ്ലി 5 മിനിറ്റ്സ്. ഈ മസിൽ സ്ട്രെങ്ത് നിലനിൽക്കുന്നത് അപ്രോക്സിമേറ്റ്ലി 5 മിനിറ്റ്സേ ഉള്ളൂ. ഇതാണ് ടെൻസിലോൺ ടെസ്റ്റ്. ടെൻസിലോൺ ടെസ്റ്റ് പോസിറ്റീവ് ആണെങ്കിൽ മൈസ്തേനിയ ഗ്രേവിസ് ആണെന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നു. ദെൻ നമ്മൾ ഈ ടെൻസിലോൺ ടെസ്റ്റ് കൊടുക്കുമ്പോൾ ആന്റിഡോട്ടായിട്ട് നമ്മൾ നമ്മുടെ എമർജൻസി ട്രേയിൽ വെക്കേണ്ട മെഡിസിനാണ് അട്രോപ്പിൻ. അനദർ നെയിം ഫോർ ടെൻസിലോൺ ആണ് എഡ്രോപോണിയം എന്ന് പറയുന്നത്. ടെൻസിലോൺ എന്ന് പറയും, അതിന് വേറൊരു പേരും കൂടെയുണ്ട്, എഡ്രോപോണിയം. ആന്റിഡോട്ട് ഓഫ് ടെൻസിലോൺ എന്താണ്? അട്രോപ്പിൻ ആണ്. സോ നമ്മൾ എമർജൻസി ട്രേയില് എപ്പോഴും അട്രോപ്പിൻ റെഡിയാക്കി വെച്ചിരിക്കണം. എങ്ങനെയുള്ള പേഷ്യന്റിന്? ടെൻസിലോൺ അഡ്മിനിസ്റ്റർ ചെയ്യുന്ന സമയത്ത്. കാരണം പേഷ്യന്റിന് എന്തെങ്കിലും സൈഡ് ഇഫക്റ്റ് ആയ ടോക്സിക്കിന്റെ, അതായത് ഓവർ ഡോസ് ടെൻസിലോണിന്റെ സൈഡ് ഇഫക്റ്റ് എന്തെങ്കിലും കാണിച്ചാൽ നമ്മൾ എമർജൻസി ആയിട്ട് അട്രോപ്പിൻ അഡ്മിനിസ്റ്റർ ചെയ്യണം. ഈ ടെൻസിലോൺ ഓവർഡോസ് ആയി എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന സൈഡ് ഇഫക്റ്റ് എന്തൊക്കെയായിരിക്കും? ബ്രാഡികാർഡിയ, സ്വെറ്റിംഗ്, അബ്ഡോമിനൽ ക്രാംസ് ആൻഡ് വെൻട്രിക്കുലർ ഫിബ്രിലേഷൻ ഒക്കെ ഉണ്ടാവും ടെൻസിലോൺ ഓവർഡോസ് ആയാൽ. ക്ലിയർ ആണല്ലോ? ദെൻ നമുക്ക് മാനേജ്മെന്റിൽ പോയാൽ, മെഡിക്കൽ മാനേജ്മെന്റിൽ നമ്മൾ ആന്റി കോളിനെസ്ട്രേസ് ആണ് കൊടുക്കുന്നത്. അതായത് നമ്മൾ പറഞ്ഞു ഇങ്ങനെയുള്ള മൈസ്തേനിയ ഗ്രേവിസ് ഉള്ള പേഷ്യന്റിന് അസറ്റൈൽ കൊളൈന്റെ അളവ് കുറവാണ്. സോ നമ്മൾ ആന്റി കോളിനെസ്ട്രേസ് കൊടുക്കുന്നത് ടു ഇൻക്രീസ് ദ ലെവൽ ഓഫ് അസറ്റൈൽ കൊളൈൻ. അതുപോലെ തന്നെ പൈറിഡോസ്റ്റിക്മിൻ അല്ലെങ്കിൽ നിയോസ്റ്റിക്മിൻ കൊടുക്കും, മസിൽ സ്ട്രെങ്ത് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി.
മാനേജ്മെന്റ്, നഴ്സിംഗ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ മെയിൻറ്റെയിൻ ദ പേറ്റന്റ് എയർവേ ആണ്. പേഷ്യന്റിന് റെസ്പിറേറ്ററി പ്രോബ്ലംസ്, റെസ്പിറേറ്ററി ഡിസ്ട്രസ് ഒക്കെ ഉണ്ടാവുന്നുണ്ട്. സോ നമ്മൾ മെയിൻറ്റെയിൻ പേറ്റന്റ് എയർവേ. Then before giving any medications or food, നമ്മൾ അസസ് ദ swallowing അല്ലെങ്കിൽ chewing ability അസസ് ചെയ്യണം. എന്തിനു വേണ്ടി? ടു പ്രിവെന്റ് ആസ്പിരേഷൻ. Administer oxygen suction if required. Then provide a small frequent high calorie diet കൊടുക്കണം. Have client sit up while eating and use thicker food than liquid ടു അവോയ്ഡ് ആസ്പിരേഷൻ. അതായത് നമ്മൾ പറഞ്ഞേക്കുന്നത് ഹെഡിന്റെ എലിവേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ പേഷ്യന്റ് സിറ്റിംഗ് പൊസിഷനിൽ ഇരിക്കണം വൈൽ ഈറ്റിംഗ്. ദെൻ ലിക്വിഡ് ഫുഡിനേക്കാളും തിക്കർ ആയിട്ടുള്ള ഫുഡാണ് ബെറ്റർ. എന്തിനു വേണ്ടി? ടു അവോയ്ഡ് ആസ്പിരേഷൻ. അതുപോലെ തന്നെ അപ്ലൈ ലൂബ്രിക്കേറ്റഡ് ഐ ഡ്രോപ്സ്. ദെൻ പുട്ട് ഐ പാച്ചസ് ഇൻ ടു ദ ഐസ്. എന്തിനു വേണ്ടി? ചിലവരുടെ കണ്ണ് ക്ലോസ് ചെയ്യാനൊക്കെ പാടാണ്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ കണ്ണിൽ ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടാകും. സോ ഐ പാച്ചസ് ഉപയോഗിക്കണം, അല്ലെങ്കിൽ ഐ ഓയിൽമെന്റ് ഒക്കെ ഉപയോഗിക്കണം, എസ്പെഷ്യലി നൈറ്റ് ടൈമിൽ. ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് ഈ മൈസ്തേനിയ ഗ്രേവിസുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. മൈസ്തേനിയ ക്രൈസിസും കോളിനർജി ക്രൈസിസും എങ്ങനെയാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്? ഒരു പേഷ്യന്റ് ഹോസ്പിറ്റലിൽ വന്നു കഴിഞ്ഞാൽ ഇത് മൈസ്തേനിയ ക്രൈസിസ് ആണോ അല്ലെങ്കിൽ കോളിനർജിക് ക്രൈസിസ് ആണോ എന്ന് എങ്ങനെ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാം? മൈസ്തേനിയ ക്രൈസിസ് എന്ന് പറഞ്ഞാൽ മൈസ്തേനിയ ക്രൈസിസ് ഒക്കേഴ്സ് വെൻ ദ ക്ലയന്റ് ഈസ് എക്സ്പീരിയൻസിംഗ് എ സ്ട്രെസ്സർ that cause exacerbation of myasthenia gravis such as infection or under medication. That means myasthenia gravisന്റെ എക്സാസർബേഷൻ ചെയ്യുന്ന ട്രൈഗറിംഗ് ഫാക്ടറായ ഇൻഫെക്ഷൻ, സ്ട്രെസ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ മൈസ്തേനിയ ക്രൈസിസ് ഉണ്ടാവും. അതുപോലെ തന്നെ അണ്ടർ മെഡിക്കേഷൻ, ദാറ്റ് മീൻസ് പേഷ്യന്റ് പ്രോപ്പറായിട്ട് ഓൺ ടൈമിൽ മെഡിസിൻ എടുക്കുന്നില്ല എങ്കിലും മൈസ്തേനിയ ക്രൈസിസ് ഉണ്ടാവും. ബട്ട് നമ്മൾ കോളിനർജി ക്രൈസിസിലേക്ക് പോവുകയാണെങ്കിൽ കോളിനർജി ക്രൈസിസ് ഒക്കേഴ്സ് വെൻ ദ ക്ലയന്റ് ഹാസ് ടു മച്ച് cholinesterase inhibitor or over medication. Okay, then that means നമ്മൾ ഓവർ മെഡിക്കേഷൻസ് എടുക്കുന്നത് കൊണ്ടാണ് പേഷ്യന്റിന് കോളിനർജിക് ക്രൈസിസ് ഉണ്ടാകുന്നതെന്നും. അസറ്റൈൽ കൊളൈൻ നമ്മൾ അസറ്റൈൽ കൊളൈൻ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ മെഡിക്കേഷൻസ് കൊടുക്കുന്നുണ്ട്. ഈ മെഡിക്കേഷന്റെ ഓവർ ഡോസും കൊണ്ടാണ് കോളിനർജിക് ക്രൈസിസ് ഉണ്ടാകുന്നത്. ക്ലിയർ ആണല്ലോ? Manifestations of both, that means myasthenia crisisന്റെയും കോളിനർജിക് ക്രൈസിസിന്റെയും മാനിഫെസ്റ്റേഷൻസ് ഓൾമോസ്റ്റ് സിമിലർ ആണ്. മസിൽ വീക്ക്നെസ്, റെസ്പിറേറ്ററി ഫെയിലിയർ ഇതെല്ലാം ഉണ്ടാകുന്നുണ്ട്. ഇവിടെയും നമ്മൾ ഇത് തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നത് ടെൻസിലോൺ ടെസ്റ്റ് ആണ്. മൈസ്തേനിയ ഗ്രേവിസ് ആണോ എന്ന് കണ്ടുപിടിക്കുന്നതും നമ്മൾ ടെൻസിലോൺ ടെസ്റ്റിലാണ്. ഇവർ തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കണ്ടുപിടിക്കുന്നതും ടെൻസിലോൺ ടെസ്റ്റ് വെച്ചാണ്. ടെൻസിലോൺ ടെസ്റ്റ് മേ ബി പെർഫോംഡ് ടു ഡിറ്റർമൈൻ ദ ക്രൈസിസ്. If the improvement in the muscle strength or the condition of the patient, that means tensilon test is positive, that means myasthenia crisis. Clear ആണോ? അതായത് നമ്മൾ പേഷ്യന്റിന് ടെൻസിലോൺ അഡ്മിനിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ മസിൽ വീക്ക്നെസ് മാറി പേഷ്യന്റിന് മസിലിന് സ്ട്രെങ്ത് വന്നു കഴിഞ്ഞാൽ ടെൻസിലോൺ ടെസ്റ്റ് പോസിറ്റീവ് ആണ്. അത് മൈസ്തേനിയ ക്രൈസിസ് ആണ്. ഇൻ കേസ് നമ്മൾ ടെൻസിലോൺ അഡ്മിനിസ്റ്റർ ചെയ്യുമ്പോൾ പേഷ്യന്റെ കണ്ടീഷൻ പിന്നെ വേഴ്സ് ആയിട്ട് പോയാൽ അത് കോളിനർജിക് ക്രൈസിസ് ആണ്. ക്ലിയർ ആണോ? ഇനി നമുക്ക് ഒരു ചെറിയ ക്വസ്റ്റ്യനിലൂടെ നോക്കാം. A client with myasthenia gravis is experiencing prolonged period of weakness and the physician orders an endroponium അഥവാ ടെൻസിലോൺ ടെസ്റ്റ്. The test dose is administered and the client becomes weaker. The nurse interprets this result as first of all normal, second one positive, third one myasthenic crisis, fourth one cholinergic crisis. ക്വസ്റ്റ്യൻ ക്ലിയർ ആണല്ലോ? അതായത് നമ്മൾ ഒരു പേഷ്യന്റിന്
ടെൻസിലോൺ മൈസ്തേനിയ ഗ്രേവിസ് ആയിട്ടുള്ള പേഷ്യന്റിന് നമ്മൾ ടെൻസിലോൺ ടെസ്റ്റ് അഡ്മിനിസ്ട്രേറ്റ് ചെയ്തപ്പോൾ പേഷ്യന്റിന്റെ കണ്ടീഷൻ വീക്കായി എന്നാണ് പറഞ്ഞേക്കുന്നത്. പേഷ്യന്റിന്റെ കണ്ടീഷൻ വീക്ക് ആകുമ്പോൾ ഇത് ഏതാണ്? നോർമൽ ടെസ്റ്റ് ആണോ, പോസിറ്റീവ് ടെസ്റ്റ് ആണോ, കോളിനർജിക് ആണോ, കോളിനർജിക് ക്രൈസിസ് ആണോ, മൈസ്തേനിക് ക്രൈസിസ് ആണോ എന്നുള്ളതാണ്. ആൻസർ എന്താണ്? ദ ആൻസർ ഈസ് ഫോർത്ത് വൺ. അതായത് നമുക്ക് റാഷനിലൂടെ കിടക്കാം. A tensilon test may be performed to determine whether the increasing weakness in a previously diagnosed myasthenic client is a result of cholinergic crisis or myasthenic crisis. Worsening of the symptoms after the test of medication is administered indicate cholinergic crisis. അതാണ് നമ്മുടെ ആൻസർ. നമ്മുടെ ആൻസർ എന്താ? പേഷ്യന്റിന്റെ കണ്ടീഷൻ വീക്കായി. സോ അവർ ആൻസർ ഈസ് കോളിനർജിക് ക്രൈസിസ്. ക്ലിയർ ആണോ? നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. ദ നഴ്സ് ഈസ് ടീച്ചിങ് എ ക്ലയന്റ് വിത്ത് മൈസ്തേനിയ ഗ്രേവിസ് അബൌട്ട് prevention of myasthenic and cholinergic crisis. The nurse determined that the client has best understand this information if the client stage 2. അതായത് മൈസ്തേനിയ ക്രൈസിസിന്റെ പ്രിവെൻഷൻ അല്ലെങ്കിൽ കോളിനർജിക് ക്രൈസിസിന്റെ പ്രിവെൻഷനെ കുറിച്ച് ഒരു എഡ്യൂക്കേഷൻ ക്ലാസ് കൊടുത്തപ്പോൾ പേഷ്യന്റിന് ഈ ക്ലാസ് എല്ലാം അണ്ടർസ്റ്റാൻഡ് ആയി എന്നുള്ളതിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഫസ്റ്റ് വൺ, അഡ്ഹെയർ ടു ഷെഡ്യൂൾ ഫോർ മസിൽ സ്ട്രെങ്തനിങ് എക്സസൈസ്. സെക്കൻഡ്, ഈറ്റ് ലാർജ് വെൽ ബാലൻസ്ഡ് മീൽസ് എവറി ഡേ. Third one, do all chores early in the day while less fatigued. Fourth one, take medications on time to maintain therapeutic blood levels. ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആണല്ലോ? ഈ നേഴ്സ് കൊടുത്ത ഹെൽത്ത് എഡ്യൂക്കേഷൻ വെച്ച് പേഷ്യന്റിന് ക്ലിയർ ആയിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടി എന്നുള്ളതിന്റെ ഒരു പ്രൂവ് എന്താണ്? ഫോർത്ത് വൺ ആണ് ആൻസർ. അതായത് ടേക്ക് മെഡിക്കേഷൻ ഓൺ ടൈം ടു മെയിൻറ്റെയിൻ ദ തെറാപ്യൂട്ടിക് ലെവൽ. അതാണ് ആൻസർ. ക്ലിയർ ആണല്ലോ? ഹലോ ഗൈസ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ, താങ്ക്സ്.